ജനപ്രിയമായ നിരവധി പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് അവതരണം അങ്ങനെ പൂർത്തിയായിരിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നും ബജറ്റുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളാണ്. തെരഞ്ഞെടുപ്പ് മാസങ്ങൾക്ക് മാത്രം അകലെ നിൽക്കുമ്പോൾ തീർച്ചയായും ആളുകൾ പ്രതീക്ഷിച്ചിരുന്ന നിരവധി ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എൻ ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്ന ബജറ്റ്. ഡിഗ്രി തലം വരെ സൗജന്യ വിദ്യാഭ്യാസം, വയോജന ക്ഷേമത്തിന് എൽഡർലി ബജറ്റ്, ക്ഷേമ പെൻഷൻ വിതരണത്തിന് 1,40,50,000 കോടി രൂപ, ആശാ അങ്കണവാടി ജീവനക്കാരുടെ പ്രതിമാസ വരുമാനത്തിൽ 1000 രൂപയുടെ വർധന, അങ്ങനെ നീണ്ട ജനപ്രിയമായ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലുണ്ട്. ഇനി DA/DR കുടിശ്ശിക അത് പൂർണ്ണമായി നൽകും എന്ന് പറഞ്ഞിരിക്കുന്നു. റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട മുന്നോട്ടു പോക്ക് തന്നെയാണ് ധനകാര്യമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്നാണ് തങ്ങളുടെ നിലപാടെന്നും അദ്ദേഹം ബജറ്റിൽ പൂർണ്ണമായും പറയുന്നു. കൊട്ടാരക്കരയിൽ IT പാർക്കിന് 10 കോടി അനുവദിച്ചിട്ടുണ്ട്. ഇനി അങ്കനവാടിയിൽ മുട്ടയും പാലും കൊടുക്കാൻ 80.9 കോടി രൂപ അനുവദിച്ചു. ന്യൂനപക്ഷ ക്ഷേമത്തിന് 99.64 കോടി, വനം വന്യജീവി സംരക്ഷണത്തിന് 288 കോടി, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് 200 കോടി, ലൈഫ് പദ്ധതിക്ക് 1498.26 കോടി. തിരുവനന്തപുരത്ത് VS സെന്റർ ഇല്ലേ, അതിന് 20 കോടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കയേക്കാൾ കുറഞ്ഞ ശിശു മരണ നിരക്ക് കേരളത്തിലാണെന്ന അവകാശവാദവും ബജറ്റിൽ മന്ത്രി മുന്നോട്ട് വെച്ചു. MC റോഡ് വികസനത്തിന് 5,917 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ഇനി തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെയുള്ള MC റോഡ് 24 മീറ്റർ വീതിയിൽ 4 വരിയായി പുനർനിർമ്മിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കിളിമാനൂർ, നിലമേൽ, ചടയമംഗലം, ആയൂർ, പന്തളം, ചെങ്ങന്നൂർ എന്നീ ബൈപ്പാസുകളുടെ നിർമ്മാണവും വിവിധ ജംഗ്ഷനുകളുടെ വികസനവും ആദ്യഘട്ടത്തിൽ നടപ്പാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാൻസർ, എയ്ഡ്സ് രോഗികൾക്ക് 2000 രൂപ സഹായം നൽകും. ഓട്ടോ തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് കൊടുക്കും. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് നൽകും. ഇതിനായി 15 കോടി മാറ്റിവെച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്ക് 1000 കോടി രൂപ അധിക വിഹിതം നൽകും. യുവജന ക്ലബ്ബുകളിലെ അവർക്ക് 10,000 രൂപ ധനസഹായം. കേര പദ്ധതിക്ക് 100 കോടി. KSRTCക്ക് 8,500 കോടി നൽകിയതായും ധനകാര്യമന്ത്രി പറഞ്ഞു. പ്രവാസി വ്യവസായ പാർക്ക് സ്ഥാപിക്കാനുള്ള തുക മാറ്റിവെച്ചിരിക്കുന്നു. പെട്രോൾ, ഡീസൽ ഓട്ടോറിക്ഷകളിൽ നിന്നും മാറി ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങുന്നവർക്ക് 40,000 രൂപയുടെ ഒറ്റത്തവണ സ്ക്രാപ്പേജ് ബോണസ് നൽകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങുന്നവർക്കായി പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് എടുത്തിട്ടുള്ള വായ്പകൾക്ക് 2% പലിശ ഇളവ് നൽകുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓട്ടോ സ്റ്റാൻഡുകളും പുതിയ രൂപത്തിലാക്കും, ആധുനിക രീതിയിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ചുരുക്കത്തിൽ നിരവധി ജനക്ഷേമകരമായിട്ടുള്ള സ്വപ്ന പദ്ധതികൾ അടക്കം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സംസ്ഥാന ഖജനാവിലെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കെ ഇതെങ്ങനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരും എന്നുള്ള ഒരു കാര്യമാണ് ആളുകളെ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. എന്തായാലും വാരിക്കോരി ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ ഈ ബജറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മാസങ്ങൾ മാത്രം അകലെ നിൽക്കെയുള്ള ബജറ്റാണ്. സ്വാഭാവികമായും അത് പ്രതീക്ഷിച്ചതാണ് എന്ന രീതിയിലാണ് പ്രധാനമായും കേരള ബജറ്റുമായി ബന്ധപ്പെട്ട വിലയിരുത്തൽ പുറത്തു വരുന്നത്. $1 92 രൂപ. ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂല്യ തകർച്ചയിലേക്ക് ഇന്ത്യൻ രൂപ എത്തി നിൽക്കുന്ന ഒരു വേള കൂടിയാണിത്. നിരവധി കാരണങ്ങൾ രൂപയുടെ മൂല്യ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നു എന്ന കാര്യമാണ് നമുക്ക് ഇന്നിപ്പോ പറയാനുള്ളത്. ആഗോള വിപണിയിൽ അനിശ്ചിതത്വം ഇപ്പോൾ തുടരുകയാണ്. വിദേശ നിക്ഷേപകർ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് നിക്ഷേപം പിൻവലിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ക്രൂഡ് വില വർദ്ധിക്കുന്നു. അപ്പോൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നതാണ് ഈ ക്രൂഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇന്ത്യക്ക് വലിയ ഒരു പ്രശ്നമാണത്. അമേരിക്കൻ ബോണ്ട് ഈൽഡിലെ ഉയർച്ച, അങ്ങനെ നിരവധി ഘടകങ്ങൾ ഇന്ത്യൻ രൂപയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട് എന്നുള്ളതാണ്. റിസർവ് ബാങ്കിന്റെ ഇടപെടലും ഇന്ത്യൻ രൂപയ്ക്ക് വലിയ തകർച്ചയിൽ നിന്നും പിടിച്ചു കയറാൻ ഒരു പിടിവള്ളി നൽകുന്നില്ല എന്ന രീതിയിലാണ്. UAE ദിർഹം ഇന്ത്യൻ രൂപ വിനിമയ നിരക്കുകൾ എടുക്കുമ്പോൾ ഒരു UAE ദിർഹമിന് 24 രൂപ 91 പൈസയാണ് ഇന്നിപ്പോ രാവിലെ വിനിമയ നിരക്കുകൾ രേഖപ്പെടുത്തുന്നത്. മറ്റ് GCC രാജ്യങ്ങളിലും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കിൽ രൂപ കാര്യമായ തകർച്ചയെ നേരിടുന്നു എന്നുള്ളതാണ്. എന്തായാലും പ്രവാസികൾക്ക്, നാട്ടിലേക്ക് പണം അയക്കുന്നവർക്ക് ഒരു നേട്ടത്തിന്റെ ഒരു സമയമാണെന്ന് വേണമെങ്കിൽ പറയാം. നാട്ടിൽ ഈ തുക എത്തുമ്പോൾ അത് എത്രത്തോളം പ്രയോജനം ചെയ്യും എന്നുള്ളത് രണ്ടാമത്തെ കാര്യമെങ്കിലും കുറച്ച് ദിർഹത്തിന് അല്ലെങ്കിൽ വിദേശ കറൻസിക്ക് നമുക്ക് കൂടുതൽ പൈസ നാട്ടിലേക്ക് അയക്കാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു വേള കൂടിയാണ്. അപ്പൊ സ്വർണത്തിന്റെ കാര്യവും കൂടി പറയാതെ പോകാൻ പറ്റില്ലല്ലോ. സ്വർണം ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു വില കയറ്റം നേരിട്ട ദിവസമാണ്. അതായത് ഒറ്റ ദിവസം കൊണ്ട് ഇപ്പോ 24 ക്യാരറ്റ് സ്വർണം, ശുദ്ധമായ സ്വർണത്തിന് UAEയിൽ 612.02 ദിർഹമാണ് ഗ്രാമിന്റെ വില. ഇനി നമ്മൾ ആഭരണങ്ങളൊക്കെ വാങ്ങുന്ന 22 ക്യാരറ്റിന് 561 ദിർഹം 02 ആയിരിക്കുന്നു വില. നാട്ടില് 1 പവൻ സ്വർണം നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ 1,31,160 രൂപയാണ് നൽകേണ്ടത്. ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് പവന് വർദ്ധിച്ചിരിക്കുന്നത് 8,640 രൂപയാണ്.
ഗ്രാമിന്റെ വില എടുക്കുമ്പോൾ 1080 രൂപ ഇന്ന് ഉയർന്ന് 16,395 എന്നുള്ള രീതിയിലേക്കാണ് നാട്ടിൽ സ്വർണ്ണവില കൂടിയിരിക്കുന്നത്. സ്വർണവുമായി ബന്ധപ്പെട്ട വില വർധനയുടെ കാര്യങ്ങൾ മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിലെ ഏത് മാറ്റങ്ങളും സ്വർണ്ണ വിലയെ പ്രതിഫലിക്കാറുണ്ട്. എന്തായാലും സമാനമായ സാഹചര്യങ്ങൾ സ്വർണ്ണ വിലയിൽ വലിയ രീതിയിലുള്ള കുതിപ്പാണ് ഈ ഒരൊറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന ഒരു സാഹചര്യവും നമുക്ക് മുമ്പാകെയുണ്ട്. അസാധാരണമായ നിർമ്മിതികൾ കൊണ്ട് ലോകത്തെ അമ്പരപ്പിക്കുന്ന നഗരമാണ് ദുബായ്. ദുബായ് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രഖ്യാപനത്തിൽ ലോകത്താദ്യമായി റോബോട്ടിക് സാങ്കേതിക വിദ്യ മാത്രം ഉപയോഗിച്ച് ആദ്യത്തെ റെസിഡൻഷ്യൽ വില്ല നിർമ്മിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ്. അത് ദുബായിൽ വരികയാണ്. എക്സ്പോ സിറ്റിയിൽ കൺസ്ട്രക്ഷൻ ഇന്നോവേഷൻ ആൻഡ് റിസർച്ച് സെന്റർ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും റോബോട്ടുകളും ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യ പ്രയത്നം പരമാവധി കുറയ്ക്കും. അത്യാധുനിക റോബോട്ടിക് സംവിധാനത്തിന്റെ സഹായത്തോടെ വില്ല നിർമ്മിക്കാൻ ലോകമെമ്പാടുമുള്ള സാങ്കേതിക കമ്പനികളെയും വിദഗ്ധരെയും ക്ഷണിച്ചൊരു ഗ്ലോബൽ ചലഞ്ചിനും ദുബായ് തുടക്കമിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നിർമ്മാണ രംഗത്തെ തൊഴിലാളികളെ ഏത് തരത്തിലാണ് ബാധിക്കുക എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. എന്തായാലും ആധുനിക സാങ്കേതിക വിദ്യയെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മനുഷ്യ അധ്വാനത്തെ ആശ്രയിക്കുന്നത് പരമാവധി കുറച്ചുകൊണ്ടുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് UAE നിർമ്മാണ രംഗത്ത് തേടുന്നത്. അതാണ് ഇപ്പോൾ ദുബായ് മുനിസിപ്പാലിറ്റി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്.